ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഈ വാക്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. വിശേഷിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം, അവരുടെ ശിക്ഷാവിധി ദൈവം പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ഒരു പ്രവചന പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം ഇതെല്ലാം നേരത്തെ തന്നെ എഴുതി വച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ യെശയ്യാ പുസ്തകം 1-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 22, എവിടെയാണ് ജനിക്കുന്നത് എന്നുള്ളത് മീഖ 5:2, ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനങ്ങൾ സങ്കീർത്തനം 16, ലൂക്കോസിൻ്റെ സുവിശേഷം 44-ാമത്തെ വാക്യത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകേണ്ടതാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നേരത്തെ തന്നെ എഴുതപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് ഈ വരുന്ന ശിക്ഷാവിധി. അതിനെക്കുറിച്ച് പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എഴുതിയ കൂട്ടത്തിൽ ശിക്ഷാവിധിയെക്കുറിച്ചും എഴുതി വച്ചിരിക്കുന്നു. നിത്യജീവനുണ്ടെന്നും യേശുക്രിസ്തു രക്ഷകനായി, മനുഷ്യരുടെ വീണ്ടെടുപ്പുകാരനായി, അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന രക്ഷകനായി ഈ ലോകത്തിൽ വരുമെന്നും കഷ്ടം അനുഭവിക്കുമെന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമെന്നും എഴുതിയ അതേ പുസ്തകത്തിൽ ശിക്ഷാവിധിയെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. ഒരു വ്യക്തി എന്തു ചെയ്താലും അവൻ്റെ ശിക്ഷ ദൈവം അവൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. അതായത് ഒരിക്കലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് അവന് രക്ഷപ്പെടുവാൻ യാതൊരു അവസരവും ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. സഭയ്ക്കുള്ളിൽ കയറിയ ദൈവഭക്തിയില്ലാത്ത ആളുകളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ ദുഷ്ടതയ്ക്കും അതിൻ്റെ ഫലമായിട്ട് വരുന്ന ന്യായവിധിക്കും തിരുവെഴുത്തിൽ നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്നു. അതായത് ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, അഭക്തന്മാർ രക്ഷപ്പെടുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യൂദായുടെ ലേഖനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നിട്ടും വിശ്വസിക്കാത്തവർ നശിച്ചുപോയി. പാപം ചെയ്ത ദൂതന്മാർ ശിക്ഷിക്കപ്പെട്ടു. പാപം ചെയ്ത 2 പട്ടണങ്ങൾ സോദോം, ഗൊമോറ ന്യായവിധിക്ക് ഇരയായി. ദൈവം പാപത്തെ അവഗണിക്കുന്നില്ല. ദൈവത്തിൻ്റെ ന്യായവിധി എപ്പോഴും സംഭവിക്കും. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ നാം വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പശ്ചാത്തപിക്കുവീൻ, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുവീൻ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവീൻ എന്നൊക്കെയുള്ള ആഹ്വാനം നിരന്തരം നാം കാണുന്നത്. നാം സഞ്ചരിക്കുന്ന വഴിയിൽ ചിലപ്പോഴൊക്കെ ചില സൈൻ ബോർഡുകൾ വെച്ചിരിക്കുന്നത് കാണാം. ഈ പാലം അപകടത്തിലാണ്, മുന്നോട്ട് പോകരുത് എന്ന് കാണുന്ന ചില ബോർഡുകൾ നാം കണ്ടിട്ടുണ്ട്. അത് അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരികയാണ്. മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ആ വഴിയെ യാത്ര ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന
ശിക്ഷ അപകടമാണ്. അത് നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്നു. പാലം അപകടത്തിലാണ്, ഈ വഴി മുന്നോട്ട് പോകരുത്. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ വരുന്ന ശിക്ഷാവിധിയും ആ ബോർഡിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവം പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. മാനസാന്തരയ്ക്ക് ദൈവം വിളിക്കുന്നു. അത് അവഗണിക്കുന്നവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എഴുതിയ ശിക്ഷാവിധി എന്നത് ദൈവം കാണിക്കുന്ന അന്യായമല്ല, ദൈവം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ നീതിയുള്ള വിധികളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഒരു കാര്യം മറന്നു പോകരുത്, ആരാണെങ്കിലും ഏത് ദേശക്കാരാണെങ്കിലും ദുഷ്ടതയെ ദൈവം ന്യായം വിധിക്കും. അത് തിരുവെഴുത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുത്ഥാനവും കഷ്ടാനുഭവങ്ങളും നേരത്തെ എഴുതി വച്ചിരുന്നത് അതേപടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതപ്പെട്ടതെല്ലാം നിവൃത്തിയായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഈ ശിക്ഷാവിധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും നിവൃത്തിയാകാതിരിക്കില്ല. അരുളി ചെയ്തെല്ലാം നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ആർക്കും ഇല്ലാതെ പോകരുത്. തിരുവെഴുത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം, തിരുവെഴുത്തിൽ എഴുതപ്പെട്ടതെല്ലാം നിവൃത്തിയായി എങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചും അഭക്തിയോടെ ജീവിക്കുന്നവരെക്കുറിച്ചും നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും ദൈവം എഴുതി വച്ചിരിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഭയത്തോടെ നാം ജീവിക്കണം, വിറയലോടെ ദൈവത്തെ ഘോഷിക്കണം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി നന്ദി പറയുകയാണ്. ദൈവഭയം ഈ ദിവസങ്ങളിൽ എല്ലാവരിലും വർദ്ധിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.